ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാള്. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 9 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവൻ ആദ്യം മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടുവെന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നീട് 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലെല്ലാം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈകൾ വെച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്തതിനു ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അവൻ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചും അവരിലൂടെ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ഈ ദൈവം അരൂപിയല്ലേ, ആത്മാവല്ലേ, ദൈവത്തിനും വലത്തും ഇടത്തുമുണ്ടോ എന്നാണ് ഈ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലും ഹെബ്രായിക്ക് ലേഖനം വരെ ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ 110 സങ്കീർത്തനത്തിലെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് യേശുവിനെ വഹിച്ചു കൊണ്ടുപോയ മേഘത്തെ ഒരു മേഘം വഹിച്ചു കൊണ്ടുപോയി. അത് എവിടേക്കാണ് വഹിച്ചു കൊണ്ടുപോയത് ആ സ്ഥലത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് 110 സങ്കീർത്തനത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇതുകൊണ്ടാണ് പഴയ നിയമം മനസ്സിലാകാതെ പുതിയ നിയമം മനസ്സിലാകില്ല എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഴയ നിയമം പുതിയ നിയമം വേണം, ഉണ്ട് ബൈബിളിൽ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതിൻ്റെ ഒരു പോയിന്റ് കൂടിയാണിത്. 110 സങ്കീർത്തനം ഉപയോഗിച്ചിട്ടാണ് യേശുവിനെ വഹിച്ചു കൊണ്ടുപോയ മേഘം ഏത് സ്ഥലത്തേക്കാണ് യേശുവിനെ വഹിച്ചു കൊണ്ടുപോയത് എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. 110 സങ്കീർത്തനം പഴയ നിയമത്തിലാണുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു എന്നൊക്കെയാണ് ഈ 110 സങ്കീർത്തനം പറയുന്നത്. എന്താണ് ഇതിനർത്ഥം? ദൈവം ഒരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നതും ആ സിംഹാസനത്തിന് സമീപം യേശുവിനൊരു കസേരയിട്ട് കൊടുത്തിരിക്കുന്നതുമായ വളരെ ദൂരത്തുള്ള ഒരു പ്രാപഞ്ചിക സ്ഥലമാണോ അത്? ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പറഞ്ഞു ദൈവം ഒരു കസേരയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു, വലത്തുവശത്ത് ഒരു സിംഹാസനം ഇട്ടിട്ട് അതിലിരിക്കാൻ പറയുന്നു. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിലുള്ളൊരു സ്ഥലമാണോ അത്? പല സ്ഥലങ്ങളോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണോ അത്? തീർച്ചയായിട്ടും അല്ല. പല സ്ഥലങ്ങളോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തല്ല ദൈവം വസിക്കുന്നത്. ദൈവമല്ലേ? നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളുടെയും പീഠിക, പ്രമിസ് അവനാണ്. അടിസ്ഥാനം ദൈവമാണ്. അവൻ ഒരു സ്ഥലത്തിൻ്റെയും ഭാഗമല്ല. എല്ലാ ഇടങ്ങളോടും അവൻ ബന്ധപ്പെട്ടിരിക്കുന്നു. അവയുടെ എല്ലാ സ്ഥലങ്ങളുടെയും കാലങ്ങളുടെയും സ്രഷ്ടാവും കർത്താവുമാണ് അവൻ. തമ്പുരാനാണ് അവൻ. അവന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം സ്ഥല കാല സംബന്ധിയല്ല. ഒരു സ്ഥലത്തോ കാലത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ദൈവികമാണ്. ഗോഡ്സ് പ്രസൻസ് ഇസ് ഡിവൈൻ, നോട്ട് എ ടൈം ബൗണ്ട്, നോട്ട് എ സ്പേസ് ബൗണ്ട്. ഈ എല്ലാ ഇടങ്ങളോടും ദൈവം ബന്ധപ്പെട്ടിരിക്കുന്നത് അവയുടെ സ്രഷ്ടാവും കർത്താവുമായിട്ടാണ്. സൃഷ്ടിച്ചവനും നാഥനുമായിട്ട് കർത്താവ് അതിൻ്റെ ഭരണകർത്താവായിട്ടാണ്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് സ്ഥലകാല സംബന്ധിയല്ല, ദൈവികമാണ്. അതിനാൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന എന്ന പദസന്ധിക്ക് കാലദേശങ്ങളിലുള്ള ഒരു സ്ഥലം, ഒരു സമയം അങ്ങനെയൊന്നും കണക്കാക്കാൻ പാടില്ല. മറിച്ച് കാലദേശങ്ങളുടെ മേലുള്ള സാർവത്രിക ദൈവിക ആധിപത്യത്തിൽ പുത്രന് പങ്കുകൊടുത്തു എന്നാണ് അർത്ഥം. ഞാൻ ഒന്നുകൂടി പറയാം. ദൈവത്തിന് സകല കാലങ്ങളുടെ മേലും സ്ഥലങ്ങളുടെ മേലും ഒക്കെ സാർവത്രികമായ അധികാരമുണ്ട് ദൈവപിതാവിന്. ആ അധികാരം പുത്രന് കൈമാറിയെന്നാണ് ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുക എന്ന വാക്കിനർത്ഥം. ദൈവത്തിന്റെ സാർവത്രിക ദൈവിക അധികാരത്തില് പുത്രന് പങ്കുകൊടുത്തു.
സകല അധികാരവും പുത്രന് കൈമാറുക എന്നാണ് അർത്ഥം. സകല അധികാരം പുത്രന് കൈമാറുക. അതായത് രാജാവ്, ഇനി പ്രപഞ്ചത്തെ ഭരിക്കുന്ന രാജാവ്, ന്യായം വിധിക്കുന്ന ന്യായാധിപൻ, പിന്നെ വേറെ രണ്ടർത്ഥം കൂടിയുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു വചനം കൂടി നോക്കാം. ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് മറിയത്തിന്റെ പുത്രന് കൊടുക്കും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ മറിയത്തിന്റെ മകനായ ദൈവം തമ്പുരാൻ പുത്രൻ തമ്പുരാൻ ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദാവീദിന്റെ സിംഹാസനം എന്താണ്? ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നു പറയുന്നു. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നാണ് മംഗളവാർത്തയിൽ പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തുള്ള സിംഹാസനവും ദാവീദിന്റെ സിംഹാസനവും എന്താണ് ബന്ധം? അത് മനസ്സിലാക്കാനായിട്ട് ഈശോയും ഫരിസയരും തമ്മിലുള്ള അവസാനത്തെ വിവാദ കഥ, അത് ട്രിഗർ ചെയ്യുന്നത്, ആ വിവാദത്തിന് തിരികൊളുത്തുന്നത് ഈശോ തന്നെയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഈശോ ചോദിച്ചു, മത്തായിയുടെ സുവിശേഷം 22:41 മുതൽ 45 വരെ യേശു അവരോട് ചോദിച്ചു, മിശിഹ ആരാണ്? ആരുടെ പുത്രനാണെന്നാണ് നിങ്ങൾ പറയണേ? ദാവീദിന്റെ എന്ന് പറഞ്ഞു. അപ്പോൾ 110 സങ്കീർത്തനം കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് അവരോട് ചോദിക്കുക, ഇതെങ്ങനെയാ? ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? ദാവീദ് മിശിഹായെ വിളിക്കുന്നത് കർത്താവ് എന്നാണ്, എന്റെ കർത്താവ് എന്നാണ്. അങ്ങനെയെങ്കിൽ ദാവീദിന്റെ മകനാകുന്നത് എങ്ങനെ? അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ എന്താണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം, ഈശോ മിശിഹ പറഞ്ഞതിന്റെ അർത്ഥം? ദാവീദിന്റെ പുത്രൻ മാത്രമല്ല മിശിഹ, ദാവീദിന്റെ പുത്രൻ മാത്രമല്ല മിശിഹ, ദാവീദിന്റെ കർത്താവാണ്. അപ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഈ മരം കൊണ്ടുണ്ടാക്കിയതോ തടി കൊണ്ടുണ്ടാക്കിയോ ആയ ഒരു സിംഹാസനത്തിൽ ഇരിക്കുക എന്നല്ല അർത്ഥം. ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുക എന്നാണ്. ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിനെയാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ദാവീദിന്റെ പുത്രൻ മാത്രമല്ല ഈശോ മിശിഹ, ദാവീദിന്റെയും കർത്താവാണ്. ദാവീദ് അവനെ എന്റെ കർത്താവ് എന്ന് വിളിക്കുന്നു. 110 സങ്കീർത്തനം 1 മുതൽ 4 വരെയാണ് പറയുന്നത്. അവിടെ തന്നെ മറ്റൊരു രണ്ടാമത്തെ കാര്യം കൂടിയുണ്ട്. മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യപുരോഹിതനാണ്. പുതിയ നിയമത്തിൽ ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ. നിത്യപുരോഹിതനായിട്ടുള്ള ഒരേ ഒരു പുരോഹിതനുള്ളൂ, മഹാപുരോഹിതനുള്ള പുരോഹിതൻ വാക്ക് ചേരുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് തോമസ് അക്വിനാസിന്റെ വാചകങ്ങൾ വാസുദാന് മുമ്പ് തന്നെ സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തോമസ് അക്വിനാസിനെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ. പൗരസ്ത്യ പിതാക്കന്മാർ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. തോമസ് അക്വിനാസിന്റെ വാചകം എടുത്തിട്ട് പറയുന്നത് പുരോഹിതൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. നാം വൈദികരെ പുരോഹിതന്മാരെന്ന് വിളിക്കുന്നവരൊക്കെ അവന് ശുശ്രൂഷകളാണ്. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ ശുശ്രൂഷ പുരോഹിതർ എന്ന് വിളിക്കുന്നത്. യേശുവിന് ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ രാജാവാണ്, പ്രപഞ്ച രാജാവാണ്, പ്രപഞ്ചത്തിന്റെ ന്യായാധിപനാണ്, മഹാപുരോഹിതനാണ്. മഹാപുരോഹിതൻ എന്ന നിലയിൽ അവൻ ഏക മധ്യസ്ഥനാണ്. ഈ 4 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മഹാപുരോഹിതൻ എന്ന നിലയിലാണ് ഈശോ മിശിഹ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത്. ആ വലത്ത് ഭാഗത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്, വെളിപാട് പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത് സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലെന്നാണ്. പിതാവിനെ നോക്കി അറക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്, മധ്യസ്ഥൻ. അതാണ് ഒരിക്കൽ എന്നേക്കുമായി അവൻ ബലിയർപ്പിച്ചെന്ന് പറഞ്ഞത്. ചരിത്രത്തിൽ ഒരിക്കലാണ്, പക്ഷെ അത് എന്നേക്കുമായി നിലനിൽക്കാണ് സ്വർഗത്തിൽ എന്നേക്കുമായി നടക്കുന്ന ബലിയുടെ മുൻ ആസ്വാദനമാണ്, ആന്റിസിപ്പേഷനാണ് വിശുദ്ധ കുർബാന. കാൽവരിയിലെ ബലിയുടെ ഓർമ്മയാണ് സ്വർഗത്തിൽ. അത് ചരിത്രത്തിൽ ഒരിക്കൽ നടന്നതാണ് അത്. പക്ഷെ അത് എന്നേക്കുമായിട്ട് നിൽക്കുകയാണ് സ്വർഗത്തിൽ. അതാണ് അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്. കുരിശിലെ ബലി സ്വർഗത്തിൽ എന്നേക്കുമായി നിൽക്കുകയാണ്, ഒരിക്കൽ എന്നേക്കുമായി. ആ കാൽവരുടെ ബലിയുടെ സ്മരണയും സ്വർഗത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്ന ബലിയുടെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന. അത് പുത്രൻ തമ്പുരാൻ പിതാവിന് കൊടുക്കുകയാണ്. ഈ പുത്രൻ തമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ ഇല്ലേ, അവൻ ബലിവസ്തുവാണ്, അവൻ മഹാപുരോഹിതനാണ്, അവൻ ദൈവപിതാവുമായിട്ട് ഒന്നായതിനാൽ ഈ ബലി സ്വീകരിക്കുന്നതിനും അവൻ തന്നെയാണ്. ഇതൊന്നും തന്നെ വൈരുദ്ധ്യമല്ല. ഒരാൾക്ക് തന്നെ പല 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 ഡയമെൻഷൻസ് ഇല്ലേ. ഇപ്പൊ മാണിപ്പറമ്പിൽ അന്തോണി മകൻ ജോസ് ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ്, പുരോഹിതനാണ്, പിന്നെ ഒരു മിഷണറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറായിട്ടോ, ഇങ്ങനെ പല ഡയമെൻഷൻസ് ഇല്ലേ ഒരാൾക്ക് തന്നെ. യേശുവിന് അങ്ങനെ പല ഡയമെൻഷൻസ് ഉണ്ട്. അതൊന്നും തന്നെ വൈരുദ്ധ്യമല്ല. അപ്പോൾ ബലിവസ്തുവും മഹാപുരോഹിതനും ബലി സ്വീകരിക്കുന്നതിനും ഒക്കെ ആയിട്ട് യേശുവിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുത്രൻ തമ്പുരാൻ പിതാവിന് കൊടുക്കുന്ന ബലിയായിട്ടാണ് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ അവന്റെ ബലിയിലേക്ക് നമ്മെ എടുത്തു വെക്കുകയാണ്.
എല്ലാം തികഞ്ഞ അവൻ്റെ അനുസരണത്തിലേക്ക് നമ്മെ എടുത്തു വെക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ. അപ്പോൾ യേശു ഉയർപ്പിക്കപ്പെട്ടത് 3-ാം സ്വർഗത്തിലേക്ക്, പറുദീസ് എന്ന് പറയുന്ന 3-ാം സ്വർഗത്തിലേക്ക്. 40 ദിവസം അവൻ പ്രത്യക്ഷപ്പെട്ടത് ഈ 3-ാം സ്വർഗത്തിൽ നിന്ന്. 40-ാം ദിവസം അവൻ 7-ാം സ്വർഗം എന്ന് പറയുന്ന ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിലേക്ക് കരേറി. ആ ദൈവത്തിന്റെ വലത്തെ ഭാഗം എന്ന് പറയുന്നത് പുത്രൻ തമ്മിലാണ്. ഈ പറഞ്ഞ സകല അധികാരങ്ങളും ദൈവപിതാവ് പുത്രൻ തമ്മിൽ കൈമാറി എന്നാണ് അർത്ഥം. അല്ലാതെ വലത്ത് കിടത്തുന്ന അർത്ഥത്തിന് ആ അർത്ഥത്തിലല്ല. നമുക്ക് മാനുഷികമായിട്ട് സംസാരിക്കാനേ പറ്റൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. വലത്ത് ഭാഗം എന്ന് പറഞ്ഞാൽ ദൈവപിതാവ് സകല അധികാരങ്ങളും പുത്രനെ ഏൽപ്പിച്ചു എന്നാണ്. ആ സാർവത്രികമായ സർവാധികാരത്തെയാണ് വലത്ത് ഭാഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. യേശു ഉത്ഥാനം ചെയ്തത് 3-ാം സ്വർഗം എന്ന് പറഞ്ഞ പറുദീസിലേക്കാണ്. 40 ദിവസം പ്രത്യക്ഷപ്പെട്ടതും കുർബാന അർപ്പിച്ചതും ഒക്കെ ഈ 3-ാം സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രത്യക്ഷപ്പെടലുകളാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചതും കുർബാന അർപ്പിച്ചതും. 40-ാം ദിവസം അവൻ 7-ാം സ്വർഗം എന്ന് പറയുന്ന ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് എടുക്കപ്പെട്ടു. ആ വലത്ത് ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സകല അധികാരങ്ങളും രാജാവ് എന്ന നിലയിലും ജഡ്ജി എന്ന നിലയിലും മഹാപുരോഹിതൻ എന്ന നിലയിലും മധ്യസ്ഥൻ എന്ന നിലയിലുമുള്ള സകല അധികാരങ്ങളും പുത്രന് നൽകപ്പെട്ടു എന്നാണ് അർത്ഥം. അത് സംഭവിച്ചത് 40-ാം ദിവസമാണ്. ഇത് വളരെ ഗംഭീരമായ പെരുന്നാളാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനും ബലിയർപ്പിക്കാനും നമ്മളെ ന്യായം വിധിക്കുന്നതും ഭരണം നടത്തും ഒക്കെ യേശുക്രിസ്തുവാണ്. ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ട്രംപാണ്, മോദിയാണ്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഭരണം നടത്തുന്നത് അല്ല. അവരൊക്കെ ദൈവത്തിന്റെ കയ്യിൽ വെറും ഉപകരണങ്ങൾ മാത്രം. ഈ തരത്തിൽ ക്രിസ്ത്യാനികൾ കാണാൻ കഴിയുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് ഇത്രയും ധൈര്യമുള്ളത്. ഇത്രമാത്രം പീഡനങ്ങൾ ഏറ്റിട്ടും ഒരിക്കലും നമുക്ക് നിരാശരാകുന്നില്ല നമ്മൾ. കാരണം നമുക്കിതൊക്കെ അറിയാം, നമ്മൾ ജീവിക്കുന്നു. അതിൻ്റെ ഒരു തിരുനാൾ, ഒരു ആഘോഷം കൂടിയാണ് ഈ തിരുനാൾ. ആ തിരുനാൾ നമുക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.